നമസ്കാരം. എന്താണ് അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? മറ്റാരെക്കുറിച്ചുമല്ല, രേണു ചേച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാർട്ടോട് വരാണ്ട് 2 പാർട്ട് വന്നു. ഭയങ്കര ചർച്ചാ വിഷയമായി. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഭയങ്കര സോഷ്യൽ ബുള്ളിങ് നേരിടുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കുറേ പേരെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ലൈക്കും അടിക്കുക. പിന്നെ ഞാൻ പറയുന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണം തോന്നുകയാണെങ്കിൽ കമൻറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വല്ലപ്പോഴേ പറയലുള്ളൂ. അതും ഒരു യൂട്യൂബിൻ്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. ഇന്നത്തെ ടോപ്പിക്കും ഓഫ് കോഴ്സ് രേണുസുതിയാണ്. പക്ഷേ ഇന്ന് രേണുസുതിനേക്കാൾ ഉപരി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ചേട്ടനെ കുറിച്ചിട്ടാണ്. ഈ ചേട്ടൻ വൈ ഈ ടോപ്പിക് ഞാൻ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ, എങ്ങനെ കരുതി രേണുസുതിൻ്റെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു മേജറായി എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരികയാണെങ്കിൽ അപ്പോൾ ഫോക്കസ് ചെയ്യാം, ചെയ്യണ്ട എന്നൊക്കെ ഒരു തോട്ടിലാണ് നിന്നത്. പക്ഷേ ഈ ചേട്ടൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ആണ് എനിക്ക് പറയണം തോന്നി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ചേട്ടൻ രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ല വൈറലായിട്ടുണ്ട്. അത് ചേട്ടൻ ചെയ്തുകൊണ്ടല്ല, രേണുസുധീൻ്റെ എന്ത് ഇൻ്റർവ്യൂ വരികയാണെങ്കിലും വൈറലാവും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് രേണുസുധി എന്ന് പറയുന്ന ആക്ട്രസ്. ഈ ഇൻ്റർവ്യൂ ആദ്യം നമുക്കൊന്ന് പോയി കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പൊ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഞാൻ കണ്ടത് ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സൂചേട്ടനെയാണ്. സൂചേട്ടനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സൂചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. ഈ ഒരു ഭാഗം മാത്രം 1 മിനിറ്റ് 45 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഫുൾ ഇതാണ് നടക്കുന്നത്. ഇന്റർവ്യൂവർ നിന്ന് രേണുസുധീനോട് രേണുസുധീൻ്റെ പ്രീവിയസ് റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുന്നു. രേണുസുധി മറുപടി തരുന്നു. പക്ഷെ വീണ്ടും പറയൂ, എന്താ നിങ്ങൾ പറയാത്തത്? പറയൂ, ക്ലിയർ ആവുന്നില്ല, വ്യക്തമാക്കൂ, ഇങ്ങനെ പറയില്ല അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ. ഇതാണ് നമ്മളുടെ ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂ വന്ന സമയത്ത് കോമൺ ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും, ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉരുണ്ട രീതിയിലാണ് രേണുസുധി റിപ്ലൈ തരുന്നത്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെ കമൻറ്റ് വരും. ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ അല്ല, രേണുസുധിക്ക് അത്യാവശ്യം ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നെഗറ്റീവ് കമൻറ്റ്സ് ഈ വീഡിയോൻ്റെ താഴെ വരും. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ്സ് വന്ന സമയത്ത് നമ്മുടെ ചേട്ടൻ ഈ പെർട്ടിക്കുലർ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ കാര്യങ്ങളെ പറ്റി കാണിക്കാനും എനിക്ക് ഈ പറഞ്ഞ ആശയത്തിനോടുള്ള എൻ്റെ അഭിപ്രായം പറയാനുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. നമസ്കാരം. എന്താണ് അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? മറ്റാരെക്കുറിച്ചുമല്ല, രേണു ചേച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാർട്ടോട് വരാണ്ട് 2 പാർട്ട് വന്നു. ഭയങ്കര ചർച്ചാ വിഷയമായി. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഭയങ്കര സോഷ്യൽ ബുള്ളിങ് നേരിടുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ ആ വീഡിയോയുടെ. ഫസ്റ്റ് ഓഫ് ഓൾ, രേണുസുധി എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. ഇനി ബാക്കി വ്ളോഗേഴ്സ് സംസാരിച്ചോ എനിക്കറിയില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്ന കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ആളുടെ പബ്ലിസിറ്റി പരമായിട്ട് ആൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ എടുത്ത് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ വേ ഓഫ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി റോങ് ആണോ, പുള്ളിക്കാരി തെറ്റുകാരിയാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റിലുള്ള മറുപടി കിട്ടിയല്ലോ. രണ്ടാമത്തത് വൾഗർ കമൻറ്റ്. ഓഫ് കോഴ്സ് തെറ്റാണ്. എൻ്റെ വീഡിയോൻ്റെ താഴെയും എനിക്ക് ഒരുപാട് തരത്തിലുള്ള
നെഗറ്റീവായിട്ടുള്ള വൾഗറായിട്ടുള്ള വൃത്തികെട്ട കമൻറ്റുകൾ പല വീഡിയോസിന് താഴെയും വരലുണ്ട്. ഞാനതപ്പോൾ തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നു, ഡിലീറ്റ് ചെയ്യും, കാണുന്ന ഡിലീറ്റ് ചെയ്യും, കാണാത്തത് ഇപ്പോഴും ആ വീഡിയോൻ്റെ താഴെ തന്നെ ആണ്. ആ തരത്തിലെ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ പറ്റി നമ്മളിവിടെ വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കണ്ടൻറ്റിൻ്റെ പോസിറ്റീവ് നിങ്ങൾക്ക് എഴുതാം, നെഗറ്റീവ് എഴുതാം. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ചിട്ടോ എന്നെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വൃത്തികെട്ട അസഭ്യ വാക്കുകൾ എഴുതുന്നതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടൻറ്റുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ചേട്ടാ. പ്രത്യേകിച്ച് രേണുസുധിൻ്റെ ടോപ്പിക്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. രേണുസുധി എന്ന് പറയുന്ന ഒരാളിനെ പറ്റി എപ്പോഴും നെഗറ്റീവ് കമൻസ് ആണ് വരുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ്. ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. അതിനിടയിൽ യാദൃശ്യവശാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിധി എന്നോണം അദ്ദേഹത്തിന്റെ ഭർത്താവ് മരണപ്പെടുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിഷ്ഠനായ കലാകാരനായിരുന്നു കൊല്ലം സുധിച്ചേട്ടൻ. അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഇഹലോക ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരഞ്ഞു തീർക്കേണ്ടതിന്റെ അങ്ങേയറ്റം ആ സ്ത്രീ കരഞ്ഞു തീർത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എത്രയോ കണ്ടതാണല്ല. പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൃത്യമായ ഒരു ഇന്നിങ്സിന് വേണ്ടി ചേട്ടൻ്റെ കാവ്യാത്മക ഡയലോഗുകൾ കൂടെ ചേട്ടൻ വരികൾ കൊണ്ട് അമ്മാനം ആടുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് ഞാൻ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചേട്ടൻ കരുതിയിരിക്കുന്നത് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം സന്തോഷമായി ജീവിക്കുന്നതിലാണ് പ്രശ്നം, അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്യുന്നതിലാണ് പ്രശ്നം എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പം ഈ ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും കരുതുക രേണുസുധിയുമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഫുള്ള് ഇതാണ് പറയാന്ന്. അത് വളരെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചേട്ടാ. രേണുസുധി എന്നല്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കൺവേ ചെയ്യുന്നതാണ്. കല്യാണം കഴിച്ചു എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിക്കോളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. സെപ്പറേറ്റായി ജീവിച്ചോളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ച ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ആ ലേഡി സന്തോഷിക്കാൻ പാടില്ല എന്നൊരിക്കലും പറയില്ല. ആക്ടിങ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള പ്രൊഫഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു കൗൺസിലറും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും അതിൻ്റെ കൂടെ ഒരു തെറാപ്പിസ്റ്റുമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂട്യൂബും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ജോബിലോട്ട് എത്തുമ്പോൾ ഞാൻ വേറൊരു പേഴ്സണാണ്, യൂട്യൂബിലോട്ട് എത്തുമ്പോൾ ഞാൻ വേറൊരു പേഴ്സണാണ്. അപ്പോൾ ഓരോരുത്തർക്ക് അവനവന് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം. രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് ഉണ്ടാവുന്ന ഹേറ്റ് ഒരിക്കലും അവർ ഹാപ്പിയായി ജീവിക്കുന്നത് കൊണ്ടോ ചിരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഈ ലോകത്ത് ഒരാൾക്കും അല്ലെങ്കിൽ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി രേണുസുധി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഒരു ഹേറ്റും ഇല്ല. അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതെന്ന് എന്നെ പറയലുണ്ട്. അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വൈരുദ്ധ്യം തോന്നുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിതെല്ലാം കൂടെ വളച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെന്തോ എല്ലാത്തിനും എതിരെ നിൽക്കുന്ന ആളെന്ന രീതിയിൽ പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തത് രേണുസുധിക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, രേണുസുധീനെ ഹൈപ്പിലെത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾക്കും അറിയാം രേണുസുധി ഇപ്പോഴത്തെ ഒരു കണ്ടൻറ്റാണ്. രേണുസുധീനെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് റീച്ച് കിട്ടുമെന്ന് കരുതി തന്നെയാണ് ചെയ്യുന്നത്. അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? 1 മിനിറ്റ് 45 മിനിറ്റ് ഈ ആങ്കർ ഇതേ ചോദ്യമാണ് രേണുസുധീനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ ഫൈൻ വിട്ടാൽ പോരെ, അല്ലെ രേണുസുധീൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചാൽ പോരെ? ഇത് നിങ്ങളുടെ ചോദ്യത്തിൽ കൂടിയാണ് ആൾക്കാർക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത് രേണുസുധീൻ ഇങ്ങനെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്, രേണുസുധി റിപ്ലൈ തരുന്നതിൽ കൂടെ. അപ്പം നിങ്ങളൊന്ന് ചെയ്യാൻ ഞങ്ങളെ വേറെ പറയുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓരോ വ്യക്തിക്കും ഈ ലോകത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റും. പക്ഷേ വിമർശനങ്ങൾ എല്ലാത്തിൻ്റെയും ഭാഗമാണ്. ഇപ്പം എനിക്ക് ലൈഫ് ലോങ് പോസിറ്റീവ് കമൻസ് ഒന്നുമില്ല, എനിക്ക് എത്രയോ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ വിമർശനവും നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. എന്നെ വിമർശിച്ചോ, നിങ്ങൾ എത്ര വേണമെങ്കിലും വിമർശിച്ചോ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചെയ്തു കൂട്ടിയിട്ട് ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കുടുംബത്തെ പോറ്റാൻ 2 കുട്ടികളെയും അവരുടെ അമ്മയും അച്ഛനെയൊക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ട് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ എടുക്കുന്നു. എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത്? എന്താണ് അതിന്റെ ആവശ്യം? കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുകയാണ് രേണുസുധിയെ. പറയാതിരിക്കാൻ പറ്റില്ല.
എങ്ങനെയാണ് ഒരാൾ കണ്ടന്റ് മെറ്റീരിയൽ ആവുക? എങ്ങനെയാണ് ഒരാൾ കണ്ടന്റ് മെറ്റീരിയൽ ആവുക? കണ്ടന്റ് ഇട്ട് കൊടുത്താലേ അതൊരു കണ്ടന്റ് മെറ്റീരിയൽ ആവും. എത്ര ആക്ടേഴ്സ് ഉണ്ട്, എത്ര ആക്ട്രസ് ഉണ്ട്, എത്ര ആൾക്കാരുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ ലീഗലി സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്നുണ്ട്. ഇവരൊന്നും എന്താ കണ്ടന്റ് ചെയ്യാത്ത? വൈ? ഈ യൂട്യൂബേഴ്സ് എന്താ ഇവരൊന്നും കണ്ടന്റ് ചെയ്യാത്ത? കണ്ടന്റ് ഇട്ടാൽ മാത്രമേ ചേട്ടാ കണ്ടന്റ് ചെയ്യാൻ പറ്റൂ. കണ്ടന്റ് ഇടാണ്ട് നമുക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല. ആ കണ്ടന്റ് ഇടണേ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ചേട്ടൻ തന്നെ ഇൻ്റർവ്യൂവിൽ കൂടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ഒരു കണ്ടന്റ് ആവുന്നേ. അപ്പം അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങളും യൂട്യൂബ് ചാനലിൽ ഞങ്ങളും ഇന്റർവ്യൂ എടുത്തതാണ്. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതിനാൽ കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെന്റ് നൽകി. അവരുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം മേടിച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് അവരുടെ യാതൊരു അവകാശമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റും തേജവും ചെയ്ത് അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും. അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി ചെന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പെർട്ടിക്കുലർ വ്യക്തി ഷെയർ ചെയ്തിട്ടുള്ള, പെർട്ടിക്കുലർ വ്യക്തി കൺവേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനെടുത്ത് സംസാരിച്ചുള്ളൂ. പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? എൻ്റെ ലൈഫിൽ കുറേ പേഴ്സണൽ കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? സോക്കോൾഡ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, റിയാക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പേഴ്സണലായി വെക്കേണ്ടടുത്ത് പേഴ്സണലായി വെക്കണം. അത് പബ്ലിക്കായി കാണിക്കരുത്. അത് പബ്ലിക്കായി കാണിക്കുമ്പോഴാണ് സംസാരിക്കുന്നത്. സ്വന്തം ഹസ്ബൻഡ് മരിച്ച അന്നത്തെ പരിപാടി മീഡിയക്കാരെ മുഴുവൻ വിളിച്ച് വരുത്തിയിട്ട് വരണുണ്ടോ? നാളെ പരിപാടിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പിൽ കടന്ന് കരഞ്ഞ് പേക്കൂത്ത് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എടുത്ത് സംസാരിക്കും. കാരണം എന്താ? അതല്ലേ കാണിക്കുന്നത്. ഇൻസ്റ്റഡ് എന്ത് ചെയ്യണം? പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലും, പ്രൈവറ്റായി പബ്ലിക്കാക്കി കാണിക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കും ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സീനും ഇല്ല. പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കാക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിനൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ പിന്നെ യൂട്യൂബിൽ രേണു സുധീനെ വിളിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ രേണു സുധിക്ക് ഒരു 5,000 അങ്ങനെ എന്തെങ്കിലുമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളതിൻ്റെ ഇരട്ടി ഏർണിംഗ് ഉണ്ടാക്കിയിട്ടില്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും. ചേട്ടൻ ഇൻ്റർവ്യൂവിന് പോയത് ഒരു സാമൂഹിക ഇതിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ, ചേട്ടനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. രേണു സുധീനെ വിളിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യിച്ച് എന്തുകൊണ്ടാണ്? ആൾ നല്ല റീച്ചുള്ള ആളാണ്. ആളുടെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നല്ല റീച്ചാവും, പൈസ കിട്ടും എന്നുള്ളതാണ്. ചേട്ടനെ ബേസിക്കലി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം മെയിനായിട്ട് നോട്ട് ചെയ്യുക രേണു സുധീൻ ഇൻ്റർവ്യൂ ചെയ്ത നിലയിലാണ്. ഇപ്പം എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളൊരു ടോപ്പിക് എടുക്കുക, കണ്ടുപിടിക്കുക, റെഫർ ചെയ്യുക, മനസ്സിലാക്കുക, സംസാരിക്കുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നേ. വെറുതെ വായ തോന്നിയ പറയാൻ പറ്റില്ല. റീടേക്ക് അല്ലെങ്കിൽ വെറുതെ വായ തോന്നിയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആലോചിച്ച് കണ്ട് സംസാരിക്കണം. വലിയ എഫേർട്ടുള്ള കാര്യമാണ്. അതിന് പൈസ കിട്ടുന്നപ്പോൾ ഇത്ര വലിയ തെറ്റാണോ? തെറ്റൊന്നുമല്ല. അങ്ങനെയെങ്കിൽ യൂട്യൂബേഴ്സിനെ അങ്ങ് അടിച്ച് അങ്ങോട്ട് തരം താഴ്ത്തല്ലേ. അവരുടെ ലൈഫ് അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പണ്ട് സതി നടപ്പിലാക്കിയതുപോലെയൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടൂ. എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? എനിക്ക് അടുത്തറിഞ്ഞിടത്തുള്ള ഒരു പാവം ഒരു സ്ത്രീയാണ്. ആർക്കും യാതൊരു വലിയ 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 കാര്യങ്ങളിലോട്ടൊക്കെയാണ് പോയത്. സതിയൊക്കെ നിർത്തലാക്കി. സതിയൊന്നും ഇപ്പം ഈ ലോകത്തില്ല. സതിയുടെയൊക്കെ കാലം എപ്പോഴോ കഴിഞ്ഞു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പറയാൻ നിൽക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാനത് കൺവേ ചെയ്യാനുള്ളതിൻ്റെ റീസൺ 1, 2, 3 ആൾക്കാർ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരെയും ഇതിൽ കയറ്റണ്ട. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ഓഫ് കോഴ്സ്. താങ്കൾ പറഞ്ഞ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതൊരു കണ്ടന്റ് മേക്കിംഗ് ആക്കിയെടുത്ത്, ഒരു കണ്ടന്റ് ആക്കിയെടുത്ത് നെഗറ്റീവ് കമൻസും മോശമായ തെറിവിളിയോ അതും ഇതൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ടാവാം. അതിലില്ലാണ്ട് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളും ഉണ്ടാവും. അപ്പം ആരാ എന്താ എങ്ങനെയാ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. പിന്നെ എല്ലാവരും എല്ലാം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ബൈ.